ഹായ് ഗൈസ്, വെൽക്കം ടു അവർ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ട്രേഡിംഗ് ലേണിംഗ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറക്സ് മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്. ആൻഡ് ആൾസോ ഞാൻ പേഴ്സണലി എപ്പോഴും പ്രിഫർ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് ആണ്. അപ്പോൾ അതിന്റെ റീസണോട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ഒഴുകണ്ട, നമുക്ക് നേരെ നമ്മളെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗിൽ നമ്മൾ കറൻസി പേഴ്സ് ആയിരിക്കും ആൻഡ് സ്റ്റോക്ക് ട്രേഡിംഗിൽ നമ്മൾ സ്റ്റോക്സ് ആയിരിക്കും. സെക്കൻഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി എന്തുകൊണ്ടാണ് ഫോറക്സ് ട്രേഡിംഗ് ചൂസ് ചെയ്തെന്നുള്ള ഒരു റീസൺ കൂടെയാണ്. ആൻഡ് ആ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലിമിറ്റേഷൻ ആണ്. നമ്മൾ നോക്കുമ്പോൾ ഫോറക്സ് ട്രേഡിംഗിൽ നമുക്ക് 24/5 ചെയ്യാൻ പറ്റും. മീൻസ് തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് ഫുൾ അവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റോക്ക് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് 9:15 മുതൽ 3:30 വരെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ വർക്കിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ആവും. ഞാൻ പേഴ്സണലി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സോ എനിക്ക് വന്ന ഏറ്റവും വലിയ ഡീമെറിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ ഏറ്റവും വലിയൊരു പോയിന്റും അതായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഫോറക്സ് ട്രേഡിംഗ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റും കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മണി മാനേജ്മെന്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ചെറിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മതി. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ തന്നെ നിങ്ങൾക്ക് വേണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് വോളിയം കാര്യങ്ങൾ അല്ലെങ്കിൽ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ഡെലിവേർഡ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ. പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വോളിയത്തിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. മീൻസ് ഒരു വോളിയം കമ്പാരിറ്റീവ്ലി നമ്മൾ ഫോറക്സിനേക്കാൾ കൂടുതൽ കുറവാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കുറവാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. സോ അതും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഫോർ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ്. അഞ്ചാമത്തെ പോയിന്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഫോർ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ഫോറക്സ് മാർക്കറ്റ്. നമ്മൾ നോക്കുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഗുഡ് പോയിന്റ്സ് മാത്രമാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെബി എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ഒരു റെഗുലേറ്ററി ബോഡി ഇല്ല. ആൻഡ് നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ കോൺടാക്ട് ചെയ്യാൻ പോലും ആരുമില്ല. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് അല്ല, അത് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്കൊരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മളെ ഫോറക്സ് ട്രേഡിംഗിലുണ്ട്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ആൾസോ ഒരു ട്രസ്റ്റഡ് ബ്രോക്കറിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പോയിന്റ് ക്യാൻസൽ ഔട്ട് ആയി പോയി. ഇനി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം ഫോറക്സ് മാർക്കറ്റ് ആണോ സ്റ്റോക്ക് മാർക്കറ്റ് ആണോ ഏറ്റവും നല്ലത് എന്നുള്ളത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് അല്ലെങ്കിൽ ടേംസ് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ അത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.